നമ്മുടെ സെഷൻ പറഞ്ഞിട്ടുള്ളത് ലെറ്റ് ഗോ ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ലൈവായിട്ടുള്ള മെഡിറ്റേഷൻ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ലൈവായിട്ട് തന്നെ നമ്മുടെ സെഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷന്റെ റെക്കോർഡിങ്സ് കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യൂല. അപ്പോൾ അത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു റിസൾട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ ഈ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയതിൽ അൽഹംദുലില്ലാ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സമയമാണ്. വസന്തത്തിന്റെ മാസാണ്. അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ ഈ ഒരു സമയത്ത് തങ്ങൾ നോക്കാൻ പാകത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് വൃത്തിയാക്കാം അല്ലെ. അതിനൊക്കെ എന്ത് ചെയ്യാ, നമ്മൾ ഇന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, ഒന്ന് ജസ്റ്റ് ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാ. അപ്പോ നമ്മളൊക്കെ എന്തായാലും ഒരു 20, 40 അതിൻ്റെ ഒക്കെ ഇടയിൽ ഏജൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. നീ ഇന്ന വീട്ടിലെ ഇന്ന ആള്, ഇന്ന കാര്യം. ചിലപ്പോൾ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടായിരിക്കും നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ പറയും, എന്താണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, എനിക്ക് എന്താണ് പെട്ടെന്ന് ട്രിഗർ ആകും. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാസ്റ്റിലെ ഓരോ എക്സ്പീരിയൻസ് കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയാ, നമ്മളെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നലകളിലെ നമ്മുടെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓരോ ദിവസവും ഓരോ പാഠങ്ങൾ തരുന്ന രൂപത്തിൽ, അതായത് ഇന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ്, ഇന്നലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണേ, അതിന്റെ പാഠത്തിൽ നിന്ന് എനിക്ക് ഇന്ന് കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ വിലയിരുത്തുക, എന്താണ് ഇതിലൂടെ എന്തായിരിക്കും എൻ്റെ റബ്ബ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഫറെൻറ്റ് വേയിലൂടെ ചിന്തിക്കാം, ഡിഫറെൻറ്റ് കോൺഷ്യസ്നെസ്സിലൂടെ അതിനെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ, അവരെന്തിനാ എന്നെ അങ്ങനെ പ്രയാസപ്പെടുത്തണേ, അവരെന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്തിനാ അവരെന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണേ, അവർക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പെരുമാറിക്കൂടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു വ്യക്തിയിലേക്ക്, ആ ഒരു ഇൻസിഡന്റിനെ നമുക്ക് ആ ഒരു വ്യക്തിയിലേക്ക് മാത്രമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കാര്യത്തെ നമുക്ക് ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കാം. ഈ ഒരു രൂപത്തിൽ നമ്മളിങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കും. എന്നാൽ നമുക്കറിയാം നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിൽ നിന്നാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് എപ്പോഴും അത് എന്ത് ചെയ്യണം, നമ്മുടെ ബോധത്തിൽ ഉറക്കണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടോ അത് എന്താണ്, അത് റബ്ബിന്റെ അടുത്ത് നിന്നുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ബോധം ഉണ്ടാവണം, എൻ്റെ റബ്ബ് എനിക്ക് ഹൈറായതേ തരൂ. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് റബ്ബാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എനിക്ക് ഞാൻ ഒന്ന് നന്നാവണം, ഞാനൊന്ന് തൗബ ചെയ്യണം, ഞാനൊന്ന് സ്വർഗത്തിൽ പോകണം, ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരാണ്? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമാണ് അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റബ്ബിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് പലപ്പോഴും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, മറന്നു പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ ഓർമ്മയിൽ ഇത് വരില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ്, ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ മുറിപ്പാടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് കൂടി ഒരുമിച്ചിട്ടായിരിക്കും നമുക്കിത് ട്രിഗർ ചെയ്യാം. ഇപ്പോൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും എന്തുണ്ട്, മെമ്മറി ഉണ്ട്. നമ്മുടെ കണ്ണുകൾ, നമുക്കറിയാം നാളെ റബ്ബിന്റെ കോടതിയിൽ
എന്താണ് വിചാരണ നടക്കുമ്പോൾ നമ്മുടെ കൈകൾ സംസാരിക്കും, നമ്മുടെ കണ്ണ് സംസാരിക്കും, നമ്മുടെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും സംസാരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ സംസാരിക്കും. അപ്പൊ ഈ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ സെൽസും എന്തുണ്ട്, ഓരോ സെൽസിനും മെമ്മറി ഉണ്ട്. ഈ മെമ്മറി വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈകൾ കൊണ്ടും എൻ്റെ ചിന്തകൾ കൊണ്ടൊക്കെ ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ മെമ്മറിയിൽ ഉണ്ടാവുക. ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പാറ്റേൺ എന്താണ്, അത് ആ വ്യക്തി എന്തായിരിക്കും അങ്ങനെ ചെയ്തത്, എൻ്റെ അടുത്ത് എന്തിനാ അത്ര മോശമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒന്ന് കൂളായിട്ട് പെരുമാറിക്കൂടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ട് ആ വ്യക്തിയെ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇനി റബ്ബിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നുണ്ടെങ്കിലും എന്തിനാ റബ്ബ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം, ഇതായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത, അല്ലേ? അപ്പോൾ ആ ഒരു രൂപത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ പരീക്ഷണമൊക്കെ നമുക്ക് വലിയൊരു പരീക്ഷയായിട്ട് മാറുക. നേരെ മറിച്ച് ഓരോ പരീക്ഷണങ്ങളും എന്താണ്, റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഒരു പടി ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലേ നടന്നിട്ടുള്ള ട്രോമാസ് കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. ഈ വൂണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ സെൽഫിനെ ഏറ്റുകൊണ്ടിരിക്കുന്ന ചെറിയ 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 മുറിവുകളാണ്. ഇത് നമുക്കൊന്നില്ലെങ്കിൽ ആളുകൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം, ഇവർ പറയുന്നത് ഒന്നുമല്ല ഞാൻ, എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ്, എൻ്റെ റബ്ബാണ്, പൂർണ്ണനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനെ പോലെ ഒരു ഫിത്തറ, എല്ലാ മനുഷ്യന്റെയും ഫിത്തറ എന്താണ്, പരിശുദ്ധനാണ്. നമ്മളാണ് ഇപ്പൊ കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യനെ എന്താണ്, ഒരു അവന്റെ ഫിത്ര എന്ന് പറയുന്നത് അത് പരിശുദ്ധിയാണ്. അവനെ ഒരു യഹൂദനോ ഇല്ലെങ്കിൽ നസ്രാനിയോ ഇല്ലെങ്കിൽ ഏത് തെറ്റുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ആരാണ്, അവരുടെ ചുറ്റുള്ള ആളുകളും പ്രത്യേകിച്ച് മാതാപിതാക്കളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു രൂപത്തില് നമ്മളെ ചുറ്റുള്ള ആളുകളെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്ന് പറയുന്നത് ഇവർ ഡിഫൈൻ ചെയ്യുന്ന ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എൻ്റെ റബ്ബാണ്. ഒരുപാട് എന്താ പറയാ, ഓരോ കോശങ്ങൾ, നമുക്കൊരു കോശം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ആ കോശത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ആറ്റം ഉണ്ട്. ആ ആറ്റത്തിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇനി നമ്മുടെ പുറത്തേക്ക് നമ്മൾ നോക്കിയാൽ സൂര്യൻ, അതിന് ചുറ്റും ഓരോ ഗ്രഹങ്ങൾ അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കാതെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ കൊടുക്കുന്ന ഇത്രയും ചെറിയ നമ്മുടെ കോശത്തിന്റെ ഉള്ളിലുള്ള ആ അണുവിലുള്ള ആറ്റത്തിലും ഈ പ്രപഞ്ചം മൊത്തം വിശാലമായി കിടക്കുന്ന ആ ഗാലക്സി കാര്യങ്ങൾ, ഇതിലൊക്കെ കൂടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇരിക്കുന്ന ആ ഒരു ആകർഷണ ബലം ഉണ്ടല്ലോ, അതിന്റെ കറക്റ്റ് പൊസിഷനിലാണ് അതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാല്, എൻ്റെ റബ്ബിനെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ചീത്ത പറയും. റബ്ബ് പഠിച്ചിട്ടുള്ള റബ്ബിന്റെ അടിമകളെ നമ്മൾ എന്ത് ചെയ്യും, കുറ്റം പറയും. അവരെന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. ഇതൊക്കെ ചിന്തിക്കാനും ഇതൊക്കെ പറയാനും ഒക്കെയുള്ള കഴിവും അപ്പോഴും നമ്മൾ ഇങ്ങനെ സ്നേഹിച്ച് എന്താ പറയാ, സൗരയുധം, അതുപോലെ നമ്മുടെ ഉള്ളിൽ ഓരോ കോശങ്ങളിലുള്ള ആ ഒരു കറക്കം പോലും, ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ അവയവങ്ങളുടെ പ്രവർത്തനം പോലും അപ്പോഴും വളരെ ന്യൂട്രലായി കാമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇനി നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ, നമ്മൾ ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ അതിനനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. റബ്ബിലേക്ക് തവക്കുൽ ചെയ്യേണ്ട കാര്യം, റബ്ബിലേക്ക് സമർപ്പിക്കേണ്ട കാര്യം സമർപ്പിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ എന്താ, നമ്മൾ ഫിയറിലും ടെൻഷനിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമ്മളുടെ ശരീരത്തിൽ അപ്പോൾ വരുന്ന മാറ്റങ്ങൾ, ദേഷ്യത്തിലാകുമ്പോൾ, നമ്മൾ ടെൻഷനിലാകുമ്പോൾ ഉള്ള മാറ്റങ്ങൾ പോലും റബ്ബ് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ, നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യാൻ പറ്റണം, റബ്ബിലേക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം, നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന അതിനൊക്കെ അപ്പുറത്താണ് നമ്മൾ.
അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ കുറച്ച് സമയമൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റബ്ബിലേക്കൊക്കെ ഒന്ന് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തില് തങ്ങളെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വായിക്കണം. കാരണം അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് എന്താ പറയാ, നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് മൈൻഡ് സ്റ്റേറ്റുകൾ ഉണ്ട്. ഒരുപാട് മൈൻഡ് സ്റ്റേറ്റ്, സ്വന്തം കുടുംബക്കാര് ത്വായിഫിൽ വെച്ചിട്ട് കല്ലെറിയുക, ഭ്രാന്തൻ എന്ന് വിളിക്കുക, ഇങ്ങനെയൊക്കെ വിളിച്ച സമയത്തും പുഞ്ചിരി കൊണ്ട് നേരിട്ട നേതാവ്. അവിടെ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവരുടെ മുകളിലേക്ക് ആ കാണുന്ന മലയെ മറിച്ച് അവരെ കീഴ്മേൽ മറിക്കട്ടെയോ എന്ന് ചോദിച്ച സമയത്ത് വേണ്ട, അവര് പാവങ്ങളല്ലേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ, അവരിൽ നിന്ന് ആരെങ്കിലും ഹിദായത്തിലേക്ക് വരുന്നതിനെയാണ് ഞാൻ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? അങ്ങനെ നോക്കിയാൽ എത്ര 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 ചരിത്രങ്ങളാ. നമ്മൾ ഇങ്ങനെ അതിലൂടെയൊക്കെ പോവുക, നമ്മുടെ മനസ്സിനെ ഒന്ന് ടെസ്റ്റ് ആക്കി. ആണോ? എവിടെയാ വെച്ചേ? ഒന്നുകൂടെ ഒരു കൊതുകായിട്ട് ഇപ്പോഴും വേദനിക്കോ? നോക്കിയൊന്ന് വെറുതെ എന്തെങ്കിലും ഉണ്ടോന്ന്. ഞാൻ ഇപ്പൊ തന്നെ ഒരു ക്ലാസ് എടുത്ത് തന്നെ വരാട്ടോ. ഒന്ന് നോക്കിയാ എന്തെങ്കിലും ഉണ്ടോന്ന് പെട്ടെന്ന് വരാം. അപ്പോ തങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പഠിക്കുക. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചിന്തയെങ്കിലും നമ്മളിലേക്ക് വരും. ഈ ഒരു സമയത്ത് ഇങ്ങനെയും നമുക്കിതിനെ എന്ത് ചെയ്യാം? ബട്ടർഫ്ലൈ ഞാൻ ബട്ടർഫ്ലൈ ആയിരുന്നു പഠിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസ് കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം? ആ എക്സ്പീരിയൻസിനെ നമുക്ക് ഈ ഒരു രൂപത്തിലും അതിനെ കാണാം എന്നുള്ള ഒരു ചിന്തയെങ്കിലും നമ്മളിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ഒരു മെന്റൽ സ്റ്റേറ്റ്, അവിടുത്തെ ഒരു ഹൃദയം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അത് സ്വാധീനിക്കും. നമ്മളെ ചുറ്റുള്ളവരും സോഷ്യൽ മീഡിയാസും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ മക്കളെയും ഒക്കെ നമ്മളും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നല്ലതിലേക്കൊന്ന് ഇപ്പോ എന്താണ്, എന്തിലേക്കാണ് നമ്മൾ വയ്ക്കേണ്ടത്, ഏത് കാര്യങ്ങളിലേക്കാണ് എന്നെ എന്താണ് വയ്ക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ റോൾ മോഡൽ, ഇനി പകരം വയ്ക്കാനില്ലാത്ത ഒരു മാതൃക, അത്രയും മാതൃക ആയിട്ടുള്ള തങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം, അവിടുത്തെ ചര്യകള്, അവിടെ എങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങളെ നോക്കി കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എണ്ണി 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 പറയാൻ വേണ്ടി പറ്റും. ഒരു ദിവസം വിറക് കെട്ടുകളുമായിട്ട് പോയിട്ടുള്ള ഒരു വൃദ്ധയായ ഒരു സ്ത്രീ. അപ്പം ഈ വൃദ്ധയായ സ്ത്രീയെ കണ്ടപ്പോ, ആ ഒരു വലിയ ഉമ്മയെ കണ്ടപ്പോ എന്ത് ചെയ്ത്, തങ്ങൾ എന്ത് ചെയ്ത് ആ വിറകുകെട്ടൊക്കെ മേടിച്ച് ആ ഉമ്മയെ സഹായിച്ച്, അങ്ങനെ ഉമ്മയുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വിറക് കെട്ടുകൾ ഇറക്കി കൊടുത്തു. അപ്പൊ ഈ ഒരു സമയത്ത് ഉമ്മ സ്നേഹം കൊണ്ട് ഉപദേശിക്കാണ്, ഈ വല്യമ്മ സ്നേഹം കൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദേശിക്കാണ്. അപ്പൊ അന്ന് അറേബ്യയില് മക്കയില് എന്തുണ്ട്, ഒരു മനുഷ്യനുണ്ട്, അവന് പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ മോൻ എന്ത് ചെയ്യാ, അവന്റെ ആ ഒരു ഷറിൽ നിന്ന് അവന്റെ അടുത്തേക്ക് മോൻ ഒരിക്കലും എത്തരുത്. അവന്റെ അടുത്തേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? നമ്മൾ പ്രയാസത്തിലായി പോകും. അപ്പൊ അവന്റെ അടുത്തേക്ക് എത്തരുതെന്ന് ആരോടാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആ ഒരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉമ്മ വല്യുമ്മ, ആ ഒരു ഉമ്മ ഇപ്പൊ പറഞ്ഞില്ലേ, ആ ഒരു മോൻ ഞാൻ തന്നെയാ എന്ന് പറയുന്ന സമയത്താണ് ആ ഉമ്മയുടെ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിയിട്ട് അവിടെയും മാറ്റങ്ങൾ വന്ന് ആ ഒരു ഹിദായത്തിലേക്ക് വരുന്നത്. അപ്പോ എന്താണ്, ഓരോ സ്ഥലത്തും നമുക്ക് എണ്ണിയാലും ഒടുങ്ങൂല, അത്രയും സ്ഥലത്തും അവിടുന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു മാതൃക കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാം.
നമ്മൾ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് മുറിവുകളൊക്കെ എന്ത് ചെയ്യും, ഹീലായി പോയിക്കോളും. പിന്നെ ഒരുപാട് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്ത് യൂസ് ചെയ്താലും അതിന്റെ റിസൾട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും റാഹത്തില്, അതുപോലെ ഏറ്റവും എന്താ പറയാ, ഒരു ഒരു ഫൈനലായിട്ട്, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലുള്ള ഹീലിംഗ് എന്ന് പറഞ്ഞാല് അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഹീലിംഗ് ആണ്. അത് എന്താ പറയാ, ഒന്ന് പ്രോഫറ്റിക് ലവ്, അതുപോലെ തവക്കുല്, ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹീലിംഗ് ആണ്. ഏറ്റവും സ്പിരിച്വൽ ആയിട്ടും ഏറ്റവും ഫൈനൽ ടച്ച് ഉണ്ടല്ലോ, അത് അതാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്ന, ഒന്ന് റിമൈൻഡ് ചെയ്യുക. അത്രയും റാഹത്തിൽ നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നത് ആ ഒരു സ്പിരിച്വൽ ഹീലിംഗ് ആണ്. ഇപ്പോ എന്താണ്, റബ്ബിലേക്ക് നമ്മൾ തവക്കുൽ ചെയ്യുമ്പോൾ, തവക്കുൽ ചെയ്യാത്ത ഒരാള് ഒരു വണ്ടി, ഒരു യാത്ര, നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്, യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലഗേജ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വഞ്ചിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ബോട്ടിലാണ് പോകുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകണം. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഓടി വന്നിട്ട് കയറുകയാണ്. കയറുന്ന സമയത്ത് ബോട്ടിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ആർക്കും പ്രയാസമാവണ്ട എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലഗേജ് നമ്മുടെ തലയിൽ ചുമക്കാം. ഇപ്പൊ ബോട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ആ ലഗേജ് അവിടെ വെച്ചോ, അപ്പൊ കുറച്ചും കൂടി ഒന്ന് റാഹത്തായിട്ട് പോയിക്കോളും. പക്ഷെ നമ്മളത് വെക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ പറയുന്നത് തിരക്കല്ലേ, സ്ഥലമില്ലാലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലഗേജ് നമ്മുടെ തലയിൽ തന്നെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കാം. ഇതുപോലെയാണ് എന്ത്, നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ ലോകത്ത് ആരുണ്ടോ, ആരൊക്കെ ഉണ്ടോ, ഏതൊക്കെ വ്യക്തികളുണ്ടോ, എല്ലാവർക്കും എന്തുണ്ടായിട്ടുണ്ടാവും, മുറിവുകളും വേദനകളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേദനകളൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു വേദനയോട് കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അതിൽ നിന്ന് നമുക്ക് പാഠം എടുക്കാം. ഇപ്പൊ ഒരു വീഴ്ച നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ആ ഒരു വീഴ്ച നമ്മളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാം, അല്ലെ? അപ്പോൾ ആ ഒരു പാഠം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ വീഴ്ചകളെയും അനലൈസ് ചെയ്യാം. നേരെ മറിച്ച് അതിന്റെ ആ ഒരു വേദനയോട് കൂടി തന്നെ എൻ്റെ ഓരോ ബോഡി പാർട്സും ആ വേദന ഇമോഷനോട് കൂടി തന്നെ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രണ്ട് രൂപത്തിൽ നമുക്ക് വയ്ക്കാം. ഈ ഒരു പെയിനോട് കൂടി തന്നെ എന്താണ് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത്, ഞാനൊരു നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ തലയിൽ ആ ഒരു ലഗേജ് ഉൾപ്പെടെ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കാം. അതിങ്ങനെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നീ തന്നിട്ടുള്ള ഒരു അനുഭവമാണത്. ഏഹ് അതിലൂടെ എന്താണ് എന്നിലേക്ക് പഠിപ്പിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ അതിനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ജീവിതത്തില് നീ എനിക്ക് ഹൈറല്ലാതെ ഒന്നും തരൂല, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ ആ ലഗേജ് ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കുമ്പോൾ എന്താണ്, ഒരിക്കലും അവർക്ക് എന്തോ നമ്മൾ കൊടുക്കല്ല, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ലഗേജിനെ, ഈ പ്രയാസം ഉണ്ടല്ലോ, ഈ പ്രയാസമാകുന്ന ലഗേജിനെ നമ്മളൊന്ന് കുറച്ച് ഒന്ന് മാറ്റി അവിടെ ഒന്ന് വയ്ക്കുക. ഇനി ഇതിപ്പോ നമ്മുടെ ലഗേജ് മാത്രമാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള അവർ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അവരുടെ ഒക്കെ പാട് ലഗേജ് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ ഏറ്റി വെച്ച് എങ്ങനെ ഉണ്ടാവും, എത്രത്തോളം നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടാവും. അപ്പൊ ഈ ലഗേജിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, താഴോട്ടൊന്ന് ഇറക്കി വെക്കാൻ, ആളുകളുടെ എല്ലാവരുടെ ലഗേജിനൊക്കെ ഇറക്കി വെച്ചാലും ഉള്ള ബോട്ട് യാത്ര എങ്ങനെയാണോ ആദ്യത്തെ യാത്ര, അതുപോലെ ബോട്ട് ആദ്യം രണ്ടാമതും ഒക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് ഉണ്ട്. അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ
ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഞാൻ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൂടെ നമുക്ക് പല രൂപത്തിൽ എഴുതാം. ഫോർഗിവ്നെസ് ജേർണൽ എഴുതിയിട്ട് അതൊക്കെ ആത്മീയപരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ജസ്റ്റ് എന്താണ് ഓരോ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന പ്രയാസങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഒന്ന് അസ്തഗ്ഫിറുല്ലാ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അസ്തഗ്ഫിറുല്ലാ പറയുമ്പോഴും നമ്മുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ മുറിവുകൾ ഉണക്കാൻ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മാജിക്കിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല ഡിഫറെന്റ് വേസിലൂടെ നമുക്ക് ഈ മുറിവിനൊന്നും ടച്ച് ചെയ്യാതെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മുറിവിനൊന്നും ടച്ച് ചെയ്യാതെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. വളരെ ചെറിയ ഫീസിൽ റബീഉൽ അവ്വലൊക്കെ പ്രമാണിച്ചിട്ട് വളരെ ചെറിയ ഫീസിൽ 299 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു മുന്നേറ്റം വേണ്ട എല്ലാ ഏരിയാസും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കവർ ചെയ്യുന്നുണ്ട്. ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ടുള്ള പല പ്രാക്ടീസുകൾ കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പിന്, അതുപോലെ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ വെൽത്തിന് ഒരു 4 ദിവസത്തെ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഹെൽത്തിന്, വെൽത്തിന്, റിലേഷൻഷിപ്പ് ഇതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എല്ലാ പ്രാക്ടീസ് കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു സെഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റബ്ബ് നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ, റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകളാക്കിയിട്ട് നമ്മളെയൊക്കെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته.